എല്ലാവർക്കും നമസ്തേ. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമമായ മഹാകുംഭമേള ഇന്നലെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ സമംഗളം സമാപിച്ചു. നമുക്ക് അറിയാം, ഏകദേശം 70 കോടി ജനങ്ങൾ ലോകത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും നാനാ ഭാഗങ്ങളിൽ നിന്നുമുള്ള 70 കോടിയോളം ജനങ്ങളാണ് ഈ മഹാസംഗമത്തിൽ പങ്കെടുത്തത്. അത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നടന്നു വന്നിരുന്ന ഈ കുംഭമേള ശിവരാത്രി ദിനമായ ഇന്നലെയാണ് സമാപിച്ചത്. ഇതിനെക്കുറിച്ചൊരു ഐതിഹ്യമുണ്ട്, പല ഐതിഹ്യങ്ങൾ വരുന്നുണ്ട്. വിഷ്ണു പുരാണം, മഹാഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, ദേവന്മാരുടെ ജരാനരം മാറ്റുന്നതിനായി അസുരന്മാരും ദേവന്മാരും കൂടെ ചേർന്ന് പാലാഴി മഥനം നടത്തിയ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആ പാലാഴി മഥനം നടത്തിയപ്പോൾ ഭഗവാൻ ധന്വന്തരി, അത് മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ്, മഹാവിഷ്ണു തന്നെയാണ് ധന്വന്തരി, പാലാഴിയിൽ നിന്ന് അമൃതകുംഭവുമായി ഉയർന്നു വന്നു. ഈ അമൃതകുംഭം സ്വീകരിച്ച് ഗരുഡൻ സ്വീകരിക്കുകയും അതുമായിട്ട് സഞ്ചരിച്ചിരുന്ന സമയത്ത് ഇതിൽ നിന്ന് ഈ അമൃതകുംഭത്തിൽ നിന്നും ചില ഓരോ തുള്ളി ഈ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ വീണു എന്നാണ് പറയുന്നത്. അതായത് പ്രയാഗ് രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിൽ നദികളിൽ ഇതിൻ്റെ ഓരോ തുള്ളി പതിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിൽ കുംഭമേള നടക്കുന്നത്. ഈ നദികളിൽ ഈ കുംഭമേള സമയത്ത് സ്നാനം ചെയ്താൽ ആയുരാരോഗ്യ സൗഖ്യങ്ങളെല്ലാം ലഭിക്കുമെന്നാണ് വിശ്വാസം. 12 വർഷത്തിലൊരിക്കലാണ് ഈ സ്ഥലങ്ങളിൽ കുംഭമേള നടക്കുന്നത്. ഇത് അർദ്ധകുംഭമേള, പൂർണ്ണകുംഭമേള, മഹാകുംഭമേള എന്നിങ്ങനെ ആണ് ഇത് കുംഭമേള നടത്തപ്പെടുന്നത്. 12 പൂർണ്ണകുംഭമേളകൾ നടന്നതിന് ശേഷം പ്രയാഗ്രാജിൽ നടക്കുന്ന അടുത്ത കുംഭമേളയാണ് മഹാകുംഭമേള എന്ന് അറിയപ്പെടുന്നതും നമ്മൾ ആഘോഷിക്കുന്നതും. അതായത് ഏകദേശം 1.5 നൂറ്റാണ്ടിനിടയിൽ സംഭവിക്കുന്ന ആത്മീയ സംഗമം ആണ് ഈ മഹാകുംഭമേള. അതിൽ ഭാഗഭാക്കാകുക എന്ന് പറയുന്നത് തന്നെ മഹാപുണ്യമാണ്. കാരണം ഒരു മനുഷ്യായുസ്സിൽ, ഒരു സാധാരണ മനുഷ്യായുസ്സിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും പറ്റത്തുമില്ല. 150 വർഷത്തോളം, 144 വർഷം എന്ന് പറയാൻ 1.5 നൂറ്റാണ്ടിനടുത്ത് വരും. 150 വർഷം ആണ് 1.5 നൂറ്റാണ്ട്. ഒരു മനുഷ്യന്, എല്ലാ മനുഷ്യർക്കും പറ്റത്തില്ല, ചില മനുഷ്യർക്ക്, ഭാഗ്യം ചെയ്ത ചില മനുഷ്യർക്ക് ലഭിക്കാവുന്ന ഒരു മഹാഭാഗ്യങ്ങളിലൊന്നാണ് ഈ മഹാകുംഭമേള. ഇത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ എത്തിച്ചേരുന്നു, പല വർണ്ണങ്ങളിലുള്ളവർ എത്തിച്ചേരുന്നു. അവരെല്ലാം ഈ പുണ്യത്തിൽ പങ്കെടുത്ത ഒരുപാട് പേര്. പക്ഷേ ഇതിനെ തകർക്കാൻ നമ്മുടെ നാട്ടിൽ ഈ കുംഭമേള എവിടെയാണോ നടക്കുന്നത്, ഏത് സംസ്കൃതിയുടെ ഭാഗമാണോ ആ നാട്ടിലെ ചില ശക്തികൾ വളരെയേറെ ശ്രമിച്ചു. ഒന്ന്, നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് ശക്തികൾ, കമ്മ്യൂണിസം, ആത്മീയതയെ എതിർക്കുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ശക്തികൾ ഇതിനെ എതിർത്തു. ഇതിനെ തകർക്കാൻ പരമാവധി അവർ പ്രചരണങ്ങൾ നടത്തി. അതേപോലെ തന്നെ മതതീവ്രവാദ ശക്തികൾ, വൈദേശിക ഇസ്ലാം മത തീവ്രവാദികൾ, SDPI, പോപ്പുലർ ഫ്രണ്ട്, ഇതേപോലുള്ള ജമാഅത്തെ ഇസ്ലാമി, ഇതേപോലുള്ള സംഘടനകളും നിരന്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തി. CPM-ന്റെ അവരുടെ ഈ സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ ഇതിനെ നിരന്തരം ഇത് നടത്തി. ഈ SDPI പോലുള്ള പ്രസ്ഥാനങ്ങൾ, അവരുടെ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മാധ്യമങ്ങളായ തേജസ്, മീഡിയ വണ്, മാധ്യമം ദിനപത്രം, അതേപോലെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം നിരന്തരം വളരെ മോശമായിട്ടുള്ള രീതിയിൽ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അവർ പ്രചരണം നടത്തിയത്. ആ പുണ്യ നദികളെ എന്തൊക്കെ രീതിയിലാണ് അധിക്ഷേപിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത വാക്കുകളാണ് ഇവരൊക്കെ ഉപയോഗിച്ചിരുന്നത്.
ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇതിനിടയ്ക്ക് തന്നെ ഇതിൽ അട്ടിമറി നടത്താൻ തന്നെ ഈ ഇത്തരം ശക്തികൾ ശ്രമിക്കുകയും ചെയ്തു. ഏകദേശം 10-30 പേർക്ക് അതിനകത്തിൽ ജീവഹാനി സംഭവിച്ചു എന്നും പറയപ്പെടുന്നു. ഈ ശക്തികളാണ് ഇവിടെ അട്ടിമറി നടത്തി ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത്. അവർക്കൊക്കെ പിടിവീഴുമെന്നുള്ള നമുക്ക് പിന്നെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും ഇത്രമാത്രം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടും ഈ ആത്മീയ സംഗമം വളരെ നല്ല രീതിയിൽ സമംഗളം സമാപിക്കുകയാണ് ഉണ്ടായത്. ഇതോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ആ ആത്മീയ ചൈതന്യം വർദ്ധിക്കുകയും നമ്മുടെ നാടിനെ ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ എത്തിക്കാൻ ഉള്ള നമ്മുടെ ആചാര്യന്മാരുടെയും നമ്മുടെ ഇപ്പോഴത്തെ ഭരണാധികാരികളുടെയും ശ്രമത്തിന് വളരെയേറെ ഊർജമാണ് പകർന്നിരിക്കുന്നത്. ലോകം മൊത്തം പ്രകീർത്തിച്ച ഒരു മഹാസംഗമമായിരുന്നത്. കാരണം 70 കോടിയോളം ജനങ്ങൾ സംഗമിച്ച് ഈ ഒരു മഹാസംഗമത്തിൽ, ഈ ആത്മീയ മേളയിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഒക്കെ ഈ രീതിയിൽ സമാപിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മീയ ചൈതന്യത്തിൻ്റെ ശക്തി തന്നെയാണ്. ഈശ്വരന്മാരുടെ കടാക്ഷം തന്നെയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രാർത്ഥനയാണ്. ഇത്രമാത്രം ഇതിനെ നശിപ്പിക്കാനും തകർക്കാനും വ്യാജ പ്രചരണങ്ങളിലൂടെ ശ്രമിച്ചിട്ടും ഒന്നും ഇതിനെ സംഭവിക്കാതിരുന്നത് തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ ആത്മീയ ശക്തിയുടെ തെളിവ് തന്നെയാണ് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഇവിടുന്ന് ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഇതിനെ വളരെ മോശമായിട്ട് ഇതിനെതിരെ പ്രചരണം നടത്തി ഇതിനെ തകർക്കാൻ ശ്രമിച്ചു. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഇസ്ലാമിക സഹോദരങ്ങൾ ഹജ്ജിന് പോകുന്നു, അവർ പല രീതിയിലുള്ള ഇവിടെ ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയോ അതുമായിട്ട് ബന്ധപ്പെട്ട മാധ്യമങ്ങളോ അതിനെതിരെ എന്തെങ്കിലും ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നുണ്ടോ? അതിനെ ഇല്ലായ്മ ചെയ്യാനും അതിനെ അധിക്ഷേപിക്കാനും എന്തെങ്കിലും ചെറിയൊരു ശ്രമം നടത്തുന്നുണ്ടോ? ഇല്ല. അതാണ് ഹിന്ദു സംസ്കാരവും ഇസ്ലാമിക സംസ്കാരവും കമ്മ്യൂണിസവും തമ്മിലുള്ള വ്യത്യാസം. കമ്മ്യൂണിസ്റ്റുകൾ എന്തുമാത്രം അവരുടെ കമ്മ്യൂണിസം സത്യത്തിൽ ഒരു മതമാണ്. ആ കമ്മ്യൂണിസ്റ്റ് മതം എന്തുമാത്രം ഇവർ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നു. ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയാകട്ടെ, ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പത്രങ്ങളാകട്ടെ, അവരെ ഈ രീതിയിൽ അധിക്ഷേപിക്കാറുണ്ടോ? ഇല്ല. അതാണ് ഹിന്ദുവിൻ്റെ മഹത്വവും സംസ്കാരവും. ഇത് നമ്മൾ ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്ത ഒരു മഹത്തായ കാര്യം തന്നെയാണ്. ലോകത്തിന് മുന്നിൽ കാണിച്ചു ഈ ഹിന്ദു സംസ്കാരത്തിനെതിരെ എന്തുമാത്രം ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും അവർ തിരിച്ച് ആ ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്നവർ തിരിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാത്തതിൽ നിന്ന് തന്നെ ഈ സംസ്കാരത്തിൻ്റെ മഹത്വം ലോകത്തിന് മൊത്തവും നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നാടിൻ്റെയും നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൻ്റെയും മഹത്വം. ഇതെങ്കിലും കണ്ട് മനസ്സിലാക്കി ഈ ഇസ്ലാമിക തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റ് മത അനുയായികളും മത നേതാക്കന്മാരും ഈ ഹിന്ദു സമൂഹത്തിനെ അധിക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതും നിർത്തും. നമ്മുടെ രാഷ്ട്രത്തിനെതിരായിട്ടുള്ള ഇവരുടെയൊക്കെ പ്രവർത്തനം ഇവിടെ കൊണ്ട് നിർത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല, പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം നമ്മുടെ ഈ രാജ്യത്തെയും നമ്മുടെ ഈ സംസ്കാരത്തെയും തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഈ മേൽ പറഞ്ഞ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഉള്ളത്, രാജ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഉള്ളത്. അവരവരുടെ പ്രവർത്തനം അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളാണ് ഈ ഭാരതത്തിൻ്റെ ആത്മീയ തേജസ്സുകളായ സനാതന ധർമ്മ വിശ്വാസികൾ, സനാതനികളായിട്ടുള്ളവർ ഈ തേജസ് ഇപ്പോൾ കുംഭമേളയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ആത്മീയ തേജസ്സും ആത്മീയ ശക്തിയും എന്നും കെട്ടുപോകാതെ അത് കാത്തു സൂക്ഷിക്കേണ്ട കടമ ഇവിടുത്തെ ഓരോ സനാതന ധർമ്മ വിശ്വാസിക്കും ഉണ്ടെന്നുള്ള കാര്യം
നമ്മൾ മറന്നുകൂടാ. നമ്മൾ അതുമായി തന്നെ മുന്നോട്ട് പോകണം. ആ ശക്തി ചോർന്നു പോകാതെ ആ ശക്തിയിൽ നിന്നും ഉള്ള ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുത്തെ ഓരോ സനാതന ധർമ്മ വിശ്വാസിയും മുന്നോട്ട് പോകണം. നമ്മുടെ രാഷ്ട്രം ആണ് വലുത്, നമ്മുടെ ജന്മഭൂമിയാണ് നമ്മുടെ ഭാരതം. ആ ജന്മഭൂമിയുടെ സംസ്കൃതിയാണ് സനാതന സംസ്കൃതി. ഇതിനെ നമ്മൾ ഏത് രീതിയിലും കാത്തു സൂക്ഷിക്കും എന്നുള്ള ഒരു പൂർണ്ണമായ ഒരു പ്രതിജ്ഞ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ അത് എടുത്ത് അതേ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. ശ്രമിക്കണം എന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാൻ. ശ്രമിക്കണം എന്നല്ല, അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ നാടിനെയും നമ്മുടെ സംസ്കാരത്തിനും കാവലാളാകാൻ നമ്മൾ മാത്രമേ കാണുകയുള്ളൂ എന്നുള്ള ചിന്ത നമ്മളിലുണ്ടാകണം. അതനുസരിച്ച് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും അതനുസരിച്ച് തന്നെ നമ്മൾ ചിട്ടപ്പെടുത്തി അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ജഗദീശൻ നമ്മുടെ രാഷ്ട്രത്തിനെ എല്ലാവരെയും, രാഷ്ട്രത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക.